11-ാമത്തെ വാക്യം നമുക്കൊരു വാക്ക് ആ വാക്ക് വായിക്കാം. 36:11 വായിച്ചാൽ. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വണ്ടി വഷളാക്കിയിരിക്കുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്ന സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. അപ്പോൾ വേദപുസ്തകമാണ് ദൈവം സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കപ്പെട്ടു. കാരണം ഏതൊരു മനുഷ്യൻ ഒളിച്ചു വെച്ചു എന്തൊക്കെ പ്രവർത്തിച്ചാലും, എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര ചെറിയ തെറ്റ് ചെയ്താലും ശരി തന്നെയായിരിക്കപ്പെടുന്നു. സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് നോക്കപ്പെടുന്നു. ഭൂമിയിൽ താമസിക്കുന്ന, ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരിലേക്ക് ദൈവം നോക്കപ്പെടുന്നു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെ അവൻ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന സകല പ്രവൃത്തികളെ സ്വർഗ്ഗത്തിലെ ദൈവം നന്നായിട്ട് വ്യക്തമായിട്ട് കാണുന്ന ദൈവമത്രേ. അവൻ ഏതൊരു മനുഷ്യനിലാണ് ശരിയാണ്. അവൻ ദൈവത്തിന്റെ കണ്ണാലെ പ്രതി അവൻ ഒരു തെറ്റുകളും ഏതൊരു മനുഷ്യന് ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇന്ന് ലോക മനുഷ്യരെ സംബന്ധിച്ച് ഇന്ന് മനുഷ്യർക്ക് ദൈവത്തെ ഭയമില്ല. അവൻ ദൈവത്തെ ആരാധിക്കുന്നില്ല. അവൻ കൃത്യമായി അവൻ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നില്ല. അങ്ങനെ കടന്നു വരപ്പെടുമ്പോ ലോകം ഭൂമി വഷളായിക്കൊണ്ടിരിക്കുന്നു. അവൻ ഭൂമിയിൽ അവൻ വസിക്കുന്ന മനുഷ്യർ മുഖേന ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കപ്പെടുന്നു. അവൻ വേദപുസ്തകം പറയുന്നു, ഞാൻ ഈ ലോകത്തെ അവസാനിപ്പിക്കുക, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുക, മനുഷ്യരോട് കൂടെ ലോകത്തിൽ ഭൂമിയോടുകൂടെ തന്നെ സകല മനുഷ്യരെയും ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. ശക്തിയോടെ ബലത്തോടെ ദൈവം ഭൂമിയെ നോക്കുന്നു. ദൈവം സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് അവൻ സകല മനുഷ്യരെയും ദൈവം നന്നായിട്ട് നോക്കി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യന്റെ എല്ലാ കുറവശങ്ങളും, എല്ലാ തെറ്റുകളും, അവന്റെ സകല പ്രവൃത്തികളെയും സ്വർഗ്ഗത്തിലേക്കും ആരാധനപ്പെടുന്നു. അവൻ ഹൃദയത്തിൽ ചെയ്യുന്ന പാപം ഉൾപ്പെടെ അവൻ പരസ്യമായിട്ട് ചെയ്യുന്ന സകലത്തിലെയും ദൈവം കണ്ട് അറിയുന്ന കർത്താവത്രേ. അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന കാലഘട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വേദപുസ്തകം പറയുന്നു, അവൻ മനുഷ്യർ മുഖേന ഭൂമി വഷളായി. മനുഷ്യർ മുഖേന ഭൂമി പാപത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി. മനുഷ്യൻ മുഖേന ദൈവത്തെ ഭയമില്ലാതായിരിക്കപ്പെടുന്നു. അവൻ ദൈവത്തിന്റെ വാക്ക് മനുഷ്യൻ അനുസരിക്കാതെ വന്നിരിക്കുന്നു. അവൻ തന്റെ ഇഷ്ടപ്രകാരം മനുഷ്യൻ നടക്കപ്പെടുന്നു. അവൻ തന്റെ ഇഷ്ടപ്രകാരം തന്നെ ഓരോ പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യപ്പെടുന്നു. അവൻ ദൈവത്തിന്റെ റോഡില്ലാതെ, ദൈവത്തിന്റെ വേദപുസ്തകത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവത്തിന്റെ ചട്ടങ്ങൾ അനുസരിക്കാതെ മനുഷ്യൻ പ്രവർത്തിക്കപ്പെടുന്നു. അവൻ ദൈവം കണ്ട് മനുഷ്യർ മുഖേന ഈ ഭൂമി വഷളായി. പാപം കൊണ്ട് വഷളായി, ശാപം കൊണ്ട് വഷളായി. എങ്ങനെ വഷളായി? മനുഷ്യർ മുഖേന വഷളായി. മനുഷ്യർ മുഖേന ഭൂമി അവൻ പാപം കൊണ്ട് വഷളായിരിക്കപ്പെടുന്നു. അങ്ങനെ വഷളായി എന്ന് ദൈവം അവനെ കണ്ടതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്നുകൂടെ വായിക്കാം. ഒന്നുകൂടെ. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ദൈവം നോക്കിയ ഭൂമി വഷളായി, പാപം കൊണ്ട് നിറഞ്ഞിരിക്കപ്പെടുന്നു. പാപം കൊണ്ട് ഭൂമി വഷളായി. അതുകൊണ്ട് തന്നെ പാപം കൊണ്ട് വഷളായത് കൊണ്ട് തന്നെ ദൈവം മറ്റു മനുഷ്യരെ അറിയുന്നില്ല. അവരുടെ ഹൃദയങ്ങളെ ദൈവം പരിശോധിക്കപ്പെട്ടു. അവരുടെ പ്രവൃത്തികളെ ദൈവം പരിശോധിക്കപ്പെട്ടു. ഒരു കാരണവശാലും അവൻ ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങത്തില്ല. അവൻ ദൈവത്തെ അനുസരിക്കാത്തവരാ, അവൻ ദൈവപ്രവൃത്തികളെ അംഗീകരിക്കാത്തവരാ. അതുകൊണ്ട് തന്നെ ദൈവം നിശ്ചയിച്ചു, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഭൂമിയെ ദൈവം നശിപ്പിച്ചു എങ്കിൽ ഇനിയും എന്റെ കർത്താവ് പുതിയ നിയമ കാലഘട്ടത്തില് ദൈവം ഭൂമിയെയും മനുഷ്യരെയും നശിപ്പിക്കപ്പെടണം. ഹല്ലേലൂയ.
അന്ന് നോഹയെ കുടുംബത്തെയും ദൈവം പെട്ടകത്തിനകത്ത് കയറ്റുമെങ്കിൽ അവ 8 പേര് മാത്രം അടങ്ങുന്ന ഒരു പെട്ടകത്തിനകത്ത് ദൈവം മനുഷ്യരായിട്ട് മനുഷ്യരെ നോഹയെ കുടുംബത്തെയും കയറ്റിയെങ്കിൽ ഇനി വരാൻ പോകുന്ന അവസാനത്തില് ഇനി ജനത്തോടുകൂടി മനുഷ്യരെ പെട്ടകത്തിനകത്ത് ഒരു രക്ഷയ്ക്കായി കടത്തില്ല. ഇനി ഈ ലോകത്തിൽ ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളതായി പെരുകുന്നതിന് വേണ്ടി മനുഷ്യരെയോ സകല ജന്തു ചരാചരങ്ങളെയോ എന്റെ ദൈവം ജനത്തോടുകൂടി ഇനി ഒരു കാരണവശാലും ദൈവം സംരക്ഷിക്കത്തില്ല. ഇനി ദൈവം നശിപ്പിക്കാൻ പോകുന്നത് സകല ലോകത്തെയോ സകല ജനത്തോടുകൂടി മനുഷ്യരെ ദൈവം നശിപ്പിക്കുക ഇടയായി തീരപ്പെടും. അതുകൊണ്ട് അതോടുകൂടി ജനത്തോടുകൂടി ദൈവം നശിപ്പിക്കുന്നതിന്റെ ഇടയിൽ മാനസാന്തരപ്പെട്ടവര് ആരെങ്കിലും ഉണ്ടു എങ്കിൽ, ദൈവത്തെ അറിഞ്ഞവര് ആരെങ്കിലും ഉണ്ടു എങ്കിൽ, പാപം ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടു എങ്കിൽ, അവൻ ദൈവത്തെ ആരാധിക്കുന്നവര് ആരെങ്കിലും ഉണ്ടു എങ്കിൽ, ദൈവത്തിന്റെ സ്നാനം മുങ്ങി സ്നാനം ജലസ്നാനം സ്വീകരിച്ചവര് ആരെങ്കിലും ഉണ്ടു എങ്കിൽ, ഈ ജലത്തിന്റെ ഇടയിൽ നിന്ന് സ്വർഗ്ഗത്തിലെ കർത്താവ് അവൻ ദൈവം എടുക്കുക ഇടയായി തീരപ്പെടും. ബാക്കിയുള്ള സകലത്തെയും എന്റെ ദൈവം അഗ്നിയാൽ നശിപ്പിക്കപ്പെടും. ഒരു രോഗം വന്നാൽ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ഒരു മനുഷ്യന് ഒരവസരം ഉണ്ട്. ആ രോഗം മോചിക്കുന്നതിന് മുമ്പ് തന്നെ ആ രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ഒരവസരമുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രോഗം മൂത്തുപോയാൽ പിന്നെ ട്രീറ്റ്മെന്റ് കൊണ്ട് ആ വ്യക്തിക്ക് രക്ഷ ഇല്ലാതെ ആയിത്തീരപ്പെടും. അതുപോലെ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിരിക്കപ്പെടുമ്പോൾ അവന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇല്ലെങ്കിൽ രക്ഷ എന്ന ഒരു ട്രീറ്റ്മെന്റ് ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. രക്ഷ എന്ന ഒരു ട്രീറ്റ്മെന്റ് ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. എന്താ ട്രീറ്റ്മെന്റ് എന്ന് പറയപ്പെടുന്നത്? രക്ഷ എന്ന ട്രീറ്റ്മെന്റ് ഈ ഭൂമിയിൽ മനുഷ്യർ ജീവനോടെ ഇരിക്കപ്പെടുമ്പോൾ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാനും ആരാധിക്കുവാനും അവനോടൊപ്പം അവന്റെ ഭവനത്തിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ നിത്യമായ ഭവനത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കുവാനുള്ള ഒരു ട്രീറ്റ്മെന്റാണ് ഒരു മനുഷ്യന് 70 80 സംവത്സരം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ 70 80 സംവത്സരം ഏൽപ്പിച്ചിരിക്കുന്ന കാലഘട്ടത്തില് വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. എന്തിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്? ഇത് ശരീരത്തിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് ആത്മാവിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യമല്ല പറയുന്നത്. ആത്മാവിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ആത്മാവിന് വസിക്കുവാൻ വേണ്ടി ഒരു ഭവനം വേണം. ആത്മാവിന് ചെന്ന് കയറുവാൻ വേണ്ടി ഒരു വാസസ്ഥലം വേണം. ഇല്ലാത്തവര് ലോകത്തില് ആത്മാക്കള് അകഞ്ഞ് തിരിഞ്ഞ് നടക്കുവാനിടയായി തീരപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തോന്നിന്? ആത്മാവിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കപ്പെടണം. ആ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന ട്രീറ്റ്മെന്റ്. ജലസ്നാനമാകുന്ന ദൈവിക ട്രീറ്റ്മെന്റ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ
കൊടുത്തില്ല എങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവ് രണ്ടാമത് മരിച്ചു പോകും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. ആ മരണമാണ് രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. ശക്തിയോടെ ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കപ്പെടുമ്പോ ഈ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ മരണം പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയിൽ സംഭവിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ആത്മാവിന് ഒരു മരണമുണ്ട്, അത് രണ്ടാമത്തെ മരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമെന്ന ട്രീറ്റ്മെന്റ് നാം യഥാസ്ഥാനം കൊടുത്തില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രൈസ് ദി ലോർഡ് സ്നാനം, ദൈവം നമുക്ക് ഏൽപ്പിക്കപ്പെട്ട സ്നാനമെന്ന ട്രീറ്റ്മെന്റ് നാം എടുത്തില്ല എങ്കിൽ അത് മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിനകത്ത് വിശുദ്ധിയും വേർപാടുമെന്ന ട്രീറ്റ്മെന്റ് നാം എടുത്തില്ല എങ്കിൽ ദൈവത്തെ ആരാധിക്കാനുള്ള നമ്മുടെ തോന്നിയ ഇഷ്ടപ്രകാരം ഒരു മനുഷ്യൻ നടക്കുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ് രണ്ടാമത്തെ മരണത്തിന് നാം അർഹനാകേണ്ടി വരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് വചനം സംസാരിക്കപ്പെടുമ്പോൾ വചനം ഭോഷത്വം എന്ന് മനുഷ്യർ പറയപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവൻ വചനം അവൻ പൊഴിയാണ് എന്ന് ചിലപ്പോൾ മനുഷ്യർ പറയപ്പെടും. അവർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ഉൽപ്പത്തി പുസ്തകം 7-6 അധ്യായം അതിന്റെ 11-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കപ്പെടുമ്പോൾ മനുഷ്യർ മുഖേന ഭൂമി വഷളായി എന്ന് അവൻ സ്വർഗ്ഗത്തിലിരിക്കുന്ന ദൈവം വ്യക്തമായി കണ്ട് മനുഷ്യർ മുഖേന ഭൂമി വഷളായി, മനുഷ്യന്റെ പാപം മുഖേന ഭൂമി വഷളായി, മനുഷ്യന്റെ പ്രവൃത്തി മുഖേന ഭൂമി വഷളായി, മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് അഥവാ അന്യായ പ്രവൃത്തികൾ കൊണ്ട് ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ കൊണ്ട് അവൻ കൊള്ളയും കൊള്ളിവെപ്പും കൊണ്ട് അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പീഡിപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഹിതമില്ലാതെ മനുഷ്യൻ തിരിയുന്നത് കൊണ്ട് ദൈവത്തിന് ഭയമില്ലാതെ മനുഷ്യൻ തിരിയുന്നത് കൊണ്ട് ദൈവത്തിനെ ആരാധിക്കാതെ മനുഷ്യൻ തിരിയുന്നത് കൊണ്ട് അവൻ മനുഷ്യന്റെ ആവശ്യ പ്രവൃത്തിയാൽ തന്നെ ഭൂമി വഷളായി എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നു. ഇനി ഒരുപക്ഷെ ഒരു കാലഘട്ടത്തില് അവനെ വെളിപ്പാട് പറയുന്നത് ഒന്നുമല്ല, ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തില് ഈ ഭൂമി വഷളായത് കൊണ്ട്, ഈ ഭൂമി ശാപം നിറഞ്ഞത് കൊണ്ട്, ഈ ഭൂമി പാപം നിറഞ്ഞത് കൊണ്ട് തന്നെ ഭൂമിയില് അന്നത്തിന് വേണ്ടി ഒരുപക്ഷെ എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചാൽ പോലും അവൻ ഇനി പിടിക്കാത്ത കാലഘട്ടം ഒരുപക്ഷെ കടന്നു വന്നു എന്നിരിക്കാം. ഇന്ന് മരങ്ങളെ സംബന്ധിച്ച് അവൻ മരങ്ങൾ പട്ടുകൊണ്ടിരിക്കപ്പെടുന്നു. അവൻ എന്തുകൊണ്ട് പട്ടുകൊണ്ടിരിക്കപ്പെടുന്നു? മനുഷ്യർ വിചാരിക്കും ചൂട് കൊണ്ടാണ്, മനുഷ്യർ വിചാരിക്കും ഒരുപക്ഷെ സൂര്യപ്രകാശത്തിന്റെ ചൂട് കൊണ്ടാണ്, അതിന്റെ ആഘാതം കൊണ്ടാണ് മരങ്ങൾക്ക് പട്ടുപോകുന്നത് എന്ന് ആവേശം. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട്, മനുഷ്യന്റെ പാപപ്രവൃത്തി കൊണ്ട് ഭൂമി വഷളായതുകൊണ്ട്, ഭൂമി ശാപമായി തീർന്നത് കൊണ്ട് തന്നെ മനുഷ്യർ അന്നത്തിന് വേണ്ടി എന്തെങ്കിലും ഭൂമിയിൽ ഉണരുമ്പോ അത് നടപ്പെടുമ്പോ അത് നന്നായിട്ട് ഫലം കൊടുക്കാതെ പോകപ്പെടും. ഹല്ലേലൂയ. ശക്തിയോടെ ഭൂമിയിൽ നല്ല ഭക്ഷണം കഴിക്കുവാൻ, ഇല്ലെങ്കിൽ ആ നടുത്തതില് അതെന്തെങ്കിലും അവൻ ലഭിക്കുവാൻ ആവേശോദ്ര അത് കഴിവ് കൊടുക്കാതെ വരപ്പെടുന്നു. എന്തുകൊണ്ട് സംഭവിക്കപ്പെടുന്നു? ഭൂമി വഷളായതുകൊണ്ട്, ഭൂമി ശാപം നിറഞ്ഞത് കൊണ്ട്, ഭൂമി പാപം നിറഞ്ഞത് കൊണ്ട് തന്നെ മനുഷ്യർ അന്നത്തിന് വേണ്ടി അഥവാ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഇനി കടന്നു വരാൻ പോകപ്പെടുന്നു. ഇന്ന് പകൽ സമയം വേദപുസ്തകം വിളിച്ചു പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ മാനസാന്തരപ്പെടുക. ആ യേശുനാഥാണ് ലോകത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞു, അത് തന്നെ ആയിരിക്കപ്പെടുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടുക. മാനസാന്തരം ഇല്ലാതെ വരപ്പെടുമ്പോ, ദൈവത്തിനെ അറിയാതെ വരുമ്പോ, മാനസാന്തരം ഇല്ലാതെ ആകപ്പെടുന്നു. ദൈവഭയം ഇല്ലാതെ ഉള്ളിനകത്ത് അവന്റെ ഹൃദയത്തിനകത്ത് ദൈവഭയം ഇല്ലാതെ കടന്നു വരപ്പെടുമ്പോ താൻ തോന്നിയ പോലെ നടക്കുന്നു, തോന്നിയ പോലെ പ്രവർത്തിക്കുന്നു, തോന്നിയ പോലെ ചിന്തിക്കുന്നു, തോന്നിയ പോലെ ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ. 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 ഭൂമി ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം നശിപ്പിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റാണ് ഇന്ന് ഇതിനകത്ത് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ആമേൻ. നിങ്ങൾ ഈ കേൾക്കുന്ന സന്ദേശം ഒരുപക്ഷെ
ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ശരീരത്തിനും അതൊരു ട്രീറ്റ്മെന്റ് ആകും, ആത്മാവിനും അതൊരു ട്രീറ്റ്മെന്റ് ആയി തീരപ്പെടണം. ശരീരത്തിന് രോഗസൗഖ്യം വരാൻ ആമേശ്വര അതിലൊരു മെഡിറ്റേഷൻ ഇതിനകത്തുണ്ട്. നിങ്ങൾ ആമേശ്വര നിത്യതയിലേക്ക് ആത്മാവ് നിത്യതയിലേക്ക് പ്രവേശിക്കുക. ഇതിനകത്തൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് പോഷകമായി തീരപ്പെടും. ആമേൻ. കേൾക്കുന്നവർക്ക് ഇതൊരു പോഷകമായി മാറുവാൻ ഇടയായി തീരപ്പെടും. എന്നാൽ അവൻ കേൾക്കുന്നവർക്ക് പോഷകമാണോ എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതൊരു പോഷകമല്ല, അതൊരു സത്യമത്രേ. ഹല്ലേലൂയ. ശക്തിയോടെ വേദപുസ്തകം വിളിച്ചു പറഞ്ഞ ചൂട പോലെ കത്തുന്ന നാളിത വരുന്നു. അതുകൊണ്ട് ചൂട പോലെ കത്തുന്ന നാളിത കടന്നു വരപ്പെടുന്നു. അന്ന് അഹങ്കാരികളൊക്കെ താഴടിയായി തീരപ്പെടുന്നു. അവൻ ചുള്ളയിൽ തീ കത്തുന്നത് പോലെ, ചുള്ളക്കകത്ത് തീ ഇട്ട് ചൂട കത്തി പൊങ്ങുന്നത് പോലെ അതേ ശക്തി, അതേ തീ ലോകത്തിൽ കടന്നു വരപ്പെടുന്നു. ചൂട പോലെ കത്തുന്ന നാള് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ലോകത്തില് അടുത്തുകൊണ്ടിരിക്കപ്പെടുന്നു. ഇന്ന് അഹങ്കാരികൾക്ക് അഹങ്കാരങ്ങൾക്ക് ഒട്ടും കുറവില്ല. ഒരു രോഗം വരപ്പെടുമ്പോൾ പാവം പിന്നെ അവരെ പോലെ പാവം ഈ ലോകത്തിൽ ഇല്ല. നമുക്കറിയാം, അവയെ ലോകത്തിൽ വൈറസ് സ്വാധീനം പിടിപെട്ടപ്പോൾ മനുഷ്യർ വെള്ളത്തിന് വേണ്ടി വളരെ കൈനീട്ടി സമ്പന്നര് സമ്പന്നരൊക്കെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൈനീട്ടിയ സംഭവങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ആ വൈറസിനകത്ത് രക്ഷ പ്രാപിച്ചപ്പോ ദൈവത്തിനെ മറന്നുപോയി. അവർ ദൈവത്തിനെ വിട്ടുകളഞ്ഞു. അവർ ദൈവത്തിനെ ഇല്ലാതായി. അവർ തന്നെ ദൈവമായി തീരപ്പെടുന്നു. അവർക്ക് ദൈവത്തെ ഭയമില്ലാതായി തീരപ്പെടുന്നു. അതുകൊണ്ട് വേദപുസ്തകം വിളിച്ചു പറയുന്നത് ചൂട പോലെ കത്തുന്ന നാളെ വരപ്പെടുന്നു. അന്ന് അഹങ്കാരികളൊക്കെ താഴെയായി തീരപ്പെടും. അഹങ്കാരികൾക്ക് ഈ ഒരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പറ്റത്തില്ല. ഈ ചൂട പോലെ കത്തുന്ന തീയുണ്ടല്ലോ, അവരെ ദഹിപ്പിക്കുവാൻ ഇടയായി തീരപ്പെടും. നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം വെള്ളത്താല് മഴയാല് 40 പകല് ദൈവം ഭൂമിയിൽ മഴ പെയ്യിപ്പിച്ചു. ആ വെള്ളം പൊങ്ങി മനുഷ്യന് മൃഗങ്ങള് ചത്തു ഒതുങ്ങി. എങ്കിലും ഇനി ദൈവം മനുഷ്യനെയും ഭൂമിയെയും സകല ജന്തുക്കളെയും ദൈവം നശിപ്പിക്കുവാൻ പോകുന്നത് വെള്ളത്താലല്ല, തീയാലത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ അന്ന് നോഹയുടെ കുടുംബത്തിനകത്ത് എത്ര പേര് കയറി? 8 പേര് കയറി അല്ലേ? നോഹയും തന്റെ ഭാര്യയും തന്റെ 3 മക്കളും മരുമക്കളും. 3 4 2 8 ആകപ്പാട ഉപ്പാമെ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സന്നിധിയില് പെട്ടകത്തിനകത്ത് കടക്കാനുണ്ടായിരുന്ന 8 പേര്. ഒരുപക്ഷെ ആ ദേശത്തിനകത്ത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം. ഒരുപക്ഷെ അത് ഉറപ്പാ, ഇല്ലെന്നല്ല, അതുണ്ടായിരുന്നിരിക്കാം. എന്നാൽ മാനസാന്തരപ്പെട്ടത്, ദൈവത്തിന്റെ ശബ്ദം കേട്ടത്, ദൈവത്തെ അനുസരിച്ചവര് ആകപ്പാട് 8 പേര് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നും മനുഷ്യർ ദൈവത്തിനെ കൊടുത്ത ദൈവത്തിനെ കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുക, നിങ്ങളുടെ പാദം തിരിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ വിട്ട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞപ്പോ ആരും അതിന് തയ്യാറായില്ല. എന്നാ നോഹയപ്പച്ചൻ വിളിച്ചു പറയുന്നത് അവരുടെ മനുഷ്യർ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല. അന്ന് സമ്പന്നരുണ്ടായിരിക്കാം, അറിവുള്ളവരുണ്ടായിരിക്കാം, ആൾബലമുള്ളവർ ഉണ്ടായിരിക്കാം, വസ്തുക്കൾ ഏക്കർ കണക്കിന് വസ്തുക്കൾ ഉള്ളവർ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പാവപ്പെട്ട നോഹ വിളിച്ചു പറയുന്നത് ദൈവത്തിന്റെ ആലോചനയാൽ വിളിച്ചു പറയപ്പെട്ടത്. ഈ ജനം അനുസരിക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അന്ന് നോഹയപ്പച്ചൻ വിളിച്ചു പറഞ്ഞ സന്ദേശം ഇവർ അനുസരിച്ചു എങ്കിൽ 8-ന് പകരം 16 പകരം ഇരട്ടിക്കിരട്ടി അവൻ പെട്ടകത്തിനകത്ത് കടക്കുവാൻ അവൻ ദൈവം അനുവാദം കൊടുത്തേന്. ഇന്നും അവൻ അതേ ഒരു പെട്ടക ദൈവം ഉണ്ടാക്കിയിരിക്കുക. എന്ത് പെട്ടകമാണ്? സ്വർഗമാകുന്ന പെട്ടകം. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ് അന്ന് 8